മഴയത്ത് സംഭവിച്ച ഓരോരോരോ അത് കറിവേപ്പിൻ്റെ മതി. ഇത് നമുക്ക് പിടിച്ചു കഴിയുമ്പോൾ മുൻവശത്തേക്ക് കൊണ്ടുപോകാം. ഒരു വിരോധവും ഇല്ല. നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ആദ്യം ഇതിൽ മുക്കും. ഇതിൽ മുക്കിയിട്ട് ഇതേ കണ്ട പനീർ പിന്നെ ഇതിൽ മുക്കണം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസത്തെ കണ്ടിന്യൂസ് മഴയ്ക്ക് ശേഷം ഒന്ന് തോർന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോഴും മഴ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വെയിലൊക്കെ ഒന്ന് ഉദിച്ചിട്ടുണ്ട് അല്ലേ. കുറേ ദിവസത്തെ ഇങ്ങനെ അടുപ്പിച്ച മഴയ്ക്ക് ശേഷം വെയിലൊന്ന് ഉദിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഉന്മേഷം വരും അല്ലേ നമുക്ക്. നമ്മളെപ്പോലെ തന്നെ കിളികൾക്കും ചിത്രശലഭങ്ങൾക്കും അതുപോലെ മൃഗങ്ങൾക്കും ഒക്കെ നല്ല സന്തോഷമാണ്. അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടോ. അമ്മ അതേ പതിവ് പോലെ ചെടി പരിപാലനത്തിലാണ് അമ്മയുടെ ഫേവറേറ്റ് ഹോബി. കുക്കിംഗ് കഴിഞ്ഞാൽ ചെടിയെക്കുറിച്ച് ഇത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്രോപ്പ് ചെയ്തു ചെടി. അത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. കാട് പിടിച്ചായിരുന്നു, അപ്പം 2 കൊമ്പ് എങ്ങാണ്ട് ഒടിച്ച് കളഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണ മഴയത്ത് സംഭവിച്ച ഓരോരോരോ അത് കറിവേപ്പിൻ്റെ സ്റ്റാൻഡിട്ട് കപ്പനെ കൊണ്ട് കയറി ആ മുകളിലുള്ള ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. എന്നാന്ന് വെച്ചാൽ ഇലച്ചാർത്ത് കൂടി കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും മറിഞ്ഞു വീഴും. അതെ, ജോറായി. ഇത് പിടിച്ചു വന്നിട്ടുണ്ടല്ലേ. അത് പിടിച്ചു വന്നു ഓൾറെഡി. ഇതും പോകൂല, പിടിച്ചു. ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെക്കണം. വെയിലൊന്നും കൊണ്ടില്ലെങ്കിൽ ശരിയാവൂല. ഇത് രണ്ടും പിടിച്ചു. മറ്റേടത്ത് നിൽക്കണത് നേർത്താ നിൽക്കണം, അത്ര ഗുണമില്ല. അതെന്നാ പോലും അത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആ ചെടി അത്ര ബലവാനല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, 2 പിടിച്ചാൽ മതി. ഇത് നമുക്ക് പിടിച്ചു കഴിയുമ്പോൾ മുൻവശത്തേക്ക് കൊണ്ടുപോകാം. അതെ അതെ അതെ. ഈ മഴക്കാലത്ത് ഒരുപാട് കുറ്റിമുല്ല ഇങ്ങനെ വിൽപ്പനയ്ക്കുണ്ടല്ലേ. വഴിയോർത്ത് കാണും. ശരി, മിൽമയുടെ പനീറല്ലേ? അതെ. പനീർ മസാല ഓൾറെഡി പനീർ കറി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പനീർ ചാറുകറിയല്ല, മസാല കറിയല്ല, എന്തെന്നാ അതിന് പറയണ്ടേ, മസാലകളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഫ്രൈ എന്ന് പറയാം. പനീർ ഫ്രൈ എന്നുള്ളൂ പേരിടാം. നിങ്ങൾ എന്തെങ്കിലും പേരിട്ടോട്ടോ, ഒരു വിരോധവും ഇല്ല. നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം. അതിനാദ്യം നമുക്ക് ചെയ്യേണ്ടത് പനീർ ഒന്ന് ചൂടാക്കി എടുക്കണം, ചെറുതായിട്ട് കാണിക്കാം. നിങ്ങൾക്കറിയാലോ പനീർ അധികം നമ്മൾ ഇതാക്കി എടുക്കൂല, കടുകടുന്നായി പോകും. അപ്പൊ സ്വല്പം ബട്ടർ നല്ലതാണ് ചെയ്യാൻ. ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ ഗീ കുറെ ഇരിക്കണോണ്ട് അത് 2 മാസം കൂടെ, ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്പീശൻ ഗീ. അപ്പൊ അത് എക്സ്പയറി ആവും. അപ്പൊ അതിനു മുമ്പ് നെയ്യ് മാക്സിമം എടുത്തങ്ങ് തീർക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മള് നെയ്യിലാണ് ഇത് ചെയ്യണത് കേട്ടോ. ഒന്ന് സോട്ടാക്കി എടുത്താൽ മതി. മഴയൊക്കെ പുറത്ത് നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മഴ കഴിഞ്ഞ് തോർന്നു അല്ലേ. ഇനിയിപ്പോൾ ഉച്ചത്തോർച്ചയായിരിക്കും ചിലപ്പോൾ. 12 മണിയായി ഓൾറെഡി, 12:10. നിങ്ങളിത് ഈ പാകത്തിന് കോരിയെടുക്കുക കേട്ടോ. കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, ഇതിൽ കിടന്നൊന്നുകൂടെ ഒരു ഇതാവാനുള്ളത്. അപ്പം ബ്രൗൺ കളർ ആക്കണില്ല കേട്ടോ. അതെ, ഒന്ന് വാട്ടിയാൽ മതി. നമ്മുടെ നാടൻ ഭാഷ അല്ലേ. പനീറെല്ലാം കോരിയെടുത്തു. അതിലേക്ക് സ്വല്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സവോള ബ്ലാക്ക് കളർ ആവണ്ട, ഒരു 3/4 ഭാഗം ബോയിലാക്കി എടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ഷോർട്ടാക്കി എടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് ചേർത്തേക്കാം. അപ്പം ഇടിപിടിയെന്ന് ആയിക്കോളൂല്ലോ, അറിയാലോ. ഇതിലധികം പിന്നെ കരിഞ്ഞ നിറം വരില്ല, സോട്ട് ചെയ്താൽ വരില്ല അല്ലേ. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് പുതിയ അറിവാണല്ലോ. ഞാൻ ഈ വെളിച്ചെണ്ണയിലല്ലേ സാധാരണ ചെയ്യണത്. ഓ, അങ്ങനെയുണ്ടല്ലേ. ഞാൻ ഈ പാത്രം എടുത്ത് എന്നാന്നറിയാമോ, വട്ടമുള്ള പാത്രം. പിന്നെ നീ പറഞ്ഞ പോലെ പ്യുവർ വൈറ്റ് ആകുമ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മുടെ ആ ഇംപെക്സിന്റെ 26 സെന്റിമീറ്റർ ഇല്ലേ തവ, അത് നല്ലതായിരുന്നു. അതിങ്ങനെ ഉപയോഗിച്ച് കുറെ അങ്ങ് ഇതായി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം നോൾട്ടയുടെ ഇംപെക്സിന്റെ ഒരു വൈറ്റ് മേടിക്കണം കേട്ടോ. ഐവറി വൈറ്റ് അവരുടെ കിട്ടൂല, ഐവറി സെറാമിക് എപ്പോഴും അവരുടെ, അതൊരെണ്ണം മേടിക്കണം. അല്ലെങ്കിൽ പ്രസ്റ്റീജിന്റെ വൈറ്റ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം നമുക്കല്ലേ. ഇത് പ്രസ്റ്റീജിന്റെ സോസ്പാൻ അല്ലേ? പ്രസ്റ്റീജാ. നീ ഫസ്റ്റ് ടൈം മേടിച്ചു തന്നാ എനിക്ക്, ആദ്യം വർഷങ്ങൾ മുമ്പ്. ഇത് ഇവിടെ കിടന്ന് അങ്ങനെ വെന്തോണ്ടിരിക്കട്ടെ, നീ ഇടയ്ക്ക് നോക്കിക്കൊള്ളണം. ഞാൻ അന്നേരത്തേക്ക് ഒരു ടൊമാറ്റോ കഴുകി വൃത്തിയാക്കി വെച്ചതെന്ന് മിക്സിയിൽ അതിൻ്റെ ഒരു പ്യൂരി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. ഇതിലേക്ക് അങ്ങനെ കൊഴുപ്പായിട്ട് കിട്ടാൻ വേണ്ടി ചാറായിട്ട് ചേർക്കാം കേട്ടോ. അപ്പൊ വേഗം എടുത്തോണ്ട് വരാം. അപ്പൊ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, സിമ്മിലാക്കിയേക്കണത്. ഓക്കെ, സവോള ഈ പരുവത്തിനായി. ഇനി ഞങ്ങള് ഈ പരുവം മതി ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കണതാട്ടോ. വ്യത്യസ്തമായ രീതിയിൽ പലരും ഇത് ഉണ്ടാക്കണ്ടാവും. ചിലപ്പോൾ
കുറച്ചുകൂടെ ഡാർക്ക് ആക്കുമായിരിക്കും. ഉള്ളി പലർക്കും പല ടേസ്റ്റ് ആണല്ലോ, പല രീതിയിലുള്ള ഇതാണല്ലോ ഇഷ്ടം. അപ്പം ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ കിച്ചണിൽ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാട്ടോ പറയണത് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാട്ടോ. അപ്പം ഇനി ഞങ്ങൾ ഇതിലേക്ക് പൊടികൾ ചേർക്കും കേട്ടോ. പൊടികൾ ചേർക്കാം. സിമ്മിലാക്കിയിട്ടോ ഇത് ഫ്ലെയിം, അല്ലെങ്കിൽ പിരിയമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. അപ്പം ഇനി ഒന്ന് പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ ആ ടൊമാറ്റോ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. പ്യൂരി ഇതേ ഇച്ചിരി കടുകിടു എന്നൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ അരഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല, ഇതിലേക്ക് ചേർക്കാനുള്ളതല്ലേ. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ, പച്ചക്കുത്ത് മാറണം, എന്നിട്ടേ ചേർക്കാവുള്ളൂ. നല്ല ചുമപ്പ. പൊടികളൊക്കെ ഒന്ന് വഴന്നു അല്ലേ നമ്മുടെ ഭാഷയിൽ. ഇനിതേ ടൊമാറ്റോ അരച്ചത്. ഇനി ഇതില്ലേ ഇതിലേക്കൊന്ന് മിക്സായി കിട്ടണം. ഒരു മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കണം പനീർ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ആ പനീറും കൂടെ കിടന്നൊന്ന് വറ്റി വരുമ്പോൾ കൊള്ളാന്നേ വറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലിരുന്ന് വറ്റി പിടിച്ച് പനീറിലേക്ക് ഗ്രേവി വരും. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇതില്ലേ വെച്ച് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഒക്കെ പോലെ ഏതാണ്ട് അതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഒരു വെറൈറ്റി ഇനിയിപ്പോൾ ഇത് ഇളക്കണ്ട കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി വിട്ടാൽ മതി. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഇലകൾ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം. ഗരം മസാല ചേർക്കാനുണ്ട് കേട്ടോ. ഗരം മസാല എടുത്തു വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. കളർ നല്ലതല്ലേ. മുട്ടക്കറിയുടെ ഒക്കെ ഈ ഗ്രേവി എല്ലാം ഒരുപോലെ തന്നെയാണ്. മുട്ടക്കറി, ചിക്കൻ കറി, പല ബീഫിന് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ പല ഐറ്റത്തിന് നമ്മൾ ഗ്രേവി തയ്യാറാക്കൂല. ആ ഗ്രേവി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ചേഞ്ച് ഉണ്ടാവും. ചിലതിന് ടൊമാറ്റോ അരച്ച് ചേർക്കും, ചിലതിന് ടൊമാറ്റോ ഡയറക്റ്റ് ചേർക്കും, ചിലതിന് സവോള വഴറ്റിയേച്ച് അരച്ച് ചേർക്കും, കുറുകൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പലർക്കും പല രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതാ, അപ്പം നമ്മുടെ മെത്തേഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് വ്യത്യസ്തമായ നല്ല മെത്തേഡുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പലരും പല രീതിയിലായിരിക്കും ചെയ്യണേ. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന രീതികൾ ഞങ്ങളോടൊന്ന് പറഞ്ഞു തരണം. അപ്പം ഞങ്ങൾക്ക് അതും ഒന്ന് ചെയ്ത് നോക്കാലോ, വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാലോ കേട്ടോ. ഓക്കെ, ഗര ഞങ്ങൾ ഇത്രയാട്ടോ ഇടുന്നത്. ഗര അത് മതിയാവും ഞങ്ങൾക്ക്, ഇത്രയല്ലേ ക്വാണ്ടിറ്റി ഉള്ളൂ. നല്ല മണമെന്നുണ്ട് കേട്ടോ. ഗരം മസാല വന്നു കഴിയുമ്പോഴേ സ്പെഷ്യൽ അല്ലേ, നെയ്യുടെ വഴറ്റിയതിന്റെ ഒക്കെ ഉണ്ട്. ഫുൾ നെയ്യിലല്ലേ ചെയ്തേക്കണം. അപ്പൊ അതിനൊരു രുചി മാറും, രുചി കൂടും. അതെ. നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മുടെ മെയിൻ താരം ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിപ്പോ ഇങ്ങനെ മാത്രമായിട്ട് വേണേലും കഴിക്കാം. അത് ഗ്രേവിയാ. ഇപ്പൊ തന്നെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ തോന്നും. ഇത് ചപ്പാത്തി ആയിരിക്കും നല്ല അല്ലേ? ചപ്പാത്തി ആയിരിക്കും നല്ല. ചപ്പാത്തി ശരിയാക്കണം അല്ലേ? അതെ. പൊറോട്ട അത്ര കോമ്പിനേഷൻ അല്ല ഇതിന്. മറിക്കട്ടെ, ഇനി മൂടി പൊത്തി അങ്ങ് വെക്കണം. അത് മിക്സായി കിട്ടാൻ അതറിയാലോ എല്ലാവർക്കും. അതോടുകൂടി സംഗതി ഉഷാറ്. മൂടി പൊത്തി വെച്ചൊരു മിനിറ്റ് ഇതായാൽ മതി. പിന്നെ ചൂടുകൊണ്ട് അതിലിരുന്ന് ആയിക്കോളും. അത് കഴിയുമ്പോൾ ഇല്ലേ ഇലകൾ ഏതൊക്കെയാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക, കഴിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ. അപ്പൊ ഇതുവരെ തേങ്ങാപ്പൊതി കഴിഞ്ഞിട്ടില്ല. 40 തേങ്ങയുണ്ട്. അതിടയ്ക്ക് മഴ വന്നില്ലേ? കണ്ടോ ഇങ്ങനെയുണ്ടാ ഗരമൊക്കെ അങ്ങ് പിടിക്കണമെങ്കിൽ അതിലേക്ക്. അടിപൊളി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാ. നല്ല അപ്പൊക്കെ ഉണ്ട്. ഇച്ചിരി മല്ലിയില ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് കഴുകി പിച്ചി കീറിടുവാണ്. അപ്പം പുറത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില മേടിപ്പിക്കും, നാളത്തേക്കും ആവശ്യമുണ്ട്. അന്നേരം കൂടുതൽ ചേർക്കാം. ഇപ്പം കയ്യിലിരുന്നത് ഞാൻ ഇട്ടേ ഉള്ളൂ, ഇനി വേറെ ഇവിടെ ഇരിപ്പില്ല കേട്ടോ. അപ്പം നമ്മുടെ ബ്രെഡിലുള്ള പനീർ മസാല ഫ്രൈ എന്ന് പറയാം അല്ലേ? മസാല ഫ്രൈ റെഡിയായി. സിമ്പിൾ. ഒന്ന് നോക്കിക്കേ. നല്ല കേട്ടോ. മല്ലിയിലയുടെ ഇറങ്ങണം. മല്ലിയില ഇപ്പം വെച്ചേ ഉള്ളൂ. ഇനി ഞങ്ങൾ മൂടി വെച്ചേക്കാം. വൈകിട്ട് എന്നാ കൂടെ കഴിക്കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം. കപ്പലണ്ടി ഉണ്ടെങ്കിൽ പൊടിച്ചിട്ടാ നല്ല. ഗ്രീൻ പീസ് പൊടിച്ചിടണോ? വേണം, ഗ്രീൻ പീസ് ഇടാം. വൈകിട്ടല്ലേ എടുക്കണേ? എന്നാലും ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കട്ടെ കേട്ടോ. നല്ല രുചിയുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി കറിയാം. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം.
പ്രോട്ടീൻ റിച്ചും ആണ്. ഗ്രീൻ പീസും കൂടെ ഇട്ടാൽ നല്ലതാ, പ്രോട്ടീൻ ഉണ്ടല്ലോ. അത് ഇടാം, വൈകുന്നേരം കഴിക്കാൻ എടുക്കാനും വിടാം കേട്ടോ. അങ്ങനെ നമ്മള് റെഡിയാക്കി ഇനി ഊണ് കഴിക്കാൻ എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. കുരുക്ഷേത്രം ഇനി കുരുക്ഷേത്രം ഒന്ന് ശരിയാക്കണം. അതെ, എന്നിട്ട് വേണം ചോറിനുള്ള പരിപാടി നോക്കാം. ഞങ്ങൾ കുറച്ച് ഗ്രീൻ പീസ് കുറച്ചൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആട്ടോ. വൈകിട്ട് ഡിന്നർ സമയമായി കേട്ടോ. 9 മണിയാവണം. അപ്പൊ ഞാൻ ആ ഗ്രീൻ പീസ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റി ഇനി നമുക്കത് ഈ കറിയിലേക്ക് ചേർക്കാം. ഞാൻ ഇവിടെ വെച്ചേനാന്ന് വെച്ചാൽ ഇവിടെ ചപ്പാത്തി ശരിയാക്കാനുണ്ട്, അതുകൊണ്ട് അതെ നമുക്കൊന്ന് ഇളക്കി കാണിക്കാൻ രസമാണ്. ഇളക്കി കാണിക്കാവേ, പിന്നെ എന്നിട്ട് കഴിക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ. എടുക്കണത് കാണിക്കാം. ഇനി ഒന്നങ്ങ് മിക്സ് ചെയ്താൽ മതി, എന്നിട്ട് ചൂടാക്കി എടുക്കാം. മിക്സ് ചെയ്യാം. പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി സാലഡ്, തൈരല്ല, ഉള്ളി സാലഡ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടപ്പോൾ ഉച്ചയ്ക്ക് മല്ലിയില നിങ്ങൾ പുറത്ത് പോയിട്ട് മേടിച്ചായിരുന്നല്ലോ, ഞാൻ ഇട്ടിട്ടുണ്ട്. പുതിയ ഫ്രഷായിട്ട് എടുക്കുന്നതാണ്. നല്ല കറിയാ, ഡ്രൈ ആയിരുന്നേ ഉള്ളൂ, എന്നാൽ അത്യാവശ്യം ചെറിയ ഗ്രേവി ഉണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. അപ്പൊ ഗ്രേവി ആവശ്യം ഉള്ളവർക്കാണ്. ഞങ്ങൾക്ക് ഇത് മതി എന്നുള്ളത് കൊണ്ടാണ്. ഇനി സാലഡും ഉണ്ട്, അപ്പൊ പിന്നെ ചപ്പാത്തിക്ക് ഇത് ധാരാളം മതി. നോക്കിക്കേ, നല്ല കളറ്. അതാ ടൊമാറ്റോയുടെ ഇത് വെക്കുക, പിന്നെ മുളക് പൊടിയുടെ കളറും എല്ലാം കൂടെ ചേർന്നപ്പോ നല്ലൊരു നല്ല മണമുണ്ട്, നല്ലൊരു ഫിനിഷിങ് ഇതിലായി അല്ലേ. പിന്നെ ഞാൻ വാങ്ങിച്ച ചപ്പാത്തിയാണ്, മോഡേണിന്റെ ആണ്. അത് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കി എടുത്ത് ഞാൻ എടുക്കുമ്പോ കാണിക്കാം. ഇനി വേറെ ഒന്നുമില്ല, അത് ചുമ്മാ അങ്ങ് ചൂടാക്കിയാൽ മതി തവയില. പനീർ ഇഷ്ടപ്പെട്ടോ? നല്ലതാ. ഞാൻ കഴിക്കാൻ പോവാ. നല്ല ചൂട് ചപ്പാത്തി. ചൂട് ചപ്പാത്തി കേട്ടോ. കറി ഞാൻ കൈ എനിക്ക് വശയില്ല, അതിലേക്കൊക്കെ വീഴണം. കൈ എനിക്ക് വശയില്ല, ഞാൻ നീക്കി തരാതെ. ആദ്യം ഞാൻ കാണുന്നതിന് മുമ്പ് അമ്മ ഇട്ടു, അതുകൊണ്ടാട്ടോ. അതിലാ പിന്നെ ഈ കിണത്തിലേക്ക് കോരി വെച്ചത്, അതുകൊണ്ടാണ് അതിന്റെ മസാലയുടെ നിറം കണ്ടത്. അതേ സൈഡില് അവളെ എഡിറ്റിങ് നടത്തുമായിരുന്നു, അന്നേരം ഞാൻ ഇട്ടു. പിന്നെ ഞാൻ രണ്ടാമത് പ്ലേറ്റിലേക്ക് മാറ്റി, എന്നിട്ട് ഇപ്പൊ ഇടുന്നത് ഇരങ്ങ. ഞാൻ സാലഡും കൂടെ ഇട്ടോ. അത് കഴിഞ്ഞാൽ കഴിയും. ഇന്നത്തെ പരിപാടി ക്ലോസ് ആവും. അത് കഴിഞ്ഞാൽ അപ്പൊ നോക്കണ്ട. എനിക്ക് അഡീഷണൽ എന്തെങ്കിലും അപ്പയ്ക്ക് കൊടുക്കാത്തത് കൊടുക്കത്തിട്ടോന്ന് അറിയാം. അപ്പ കഴിച്ചു കേട്ടോ. ഞാൻ ഷൂട്ടൊക്കെ എല്ലാവരും ഡിലേ ആയതാ. ഇന്ന് വളരെ ഹെക്ടിക് ഡേ ആയിരുന്നു. ഈ ഒന്നൊരു പ്രത്യേക, അതിന്റെ ഇടയ്ക്ക് കടയിലും പോയി. നല്ല വിശന്നിരിക്കുന്ന സമയത്തെ മുന്നിൽ ഇങ്ങനെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ട് കുറേ നേരം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. പിന്നെ എടുക്കുന്ന ഫോട്ടോയ്ക്കൊന്നും അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാലും ഞാൻ മാക്സിമം കടിച്ചു പിടിച്ച് നിന്നൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. കറി പോലെ തന്നെ ഡെലീഷ്യസ് ആയിരുന്നു അന്നത്തെ ഡിന്നറ്. ചപ്പാത്തിയൊക്കെ കൂട്ടി നല്ല കോമ്പിനേഷനായിരുന്നു. സാലഡും വേണം, അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് മാച്ച് ആവുക. ഒരു ഇത്തിരി പനീർ മസാല എടുക്കുക, കൂടെ സാലഡ് കൂട്ടുക, എന്നിട്ട് ആ ചപ്പാത്തി കുറച്ച് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചങ്ങ് കഴിക്കണം. അപ്പം ഞാനും കഴിക്കാൻ പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഇരിക്കുക കേട്ടോ. ഇതേ ഒരിച്ചിരി പറിച്ചെടുക്കാം നമുക്ക്. ഞാൻ ആദ്യം ഇതിൽ മുക്കും. ഇതിൽ മുക്കിയിട്ട് ഇതേ കണ്ട പനീർ, പിന്നെ ഇതിൽ മുക്കണം. അടിപൊളിയാ, വെരി ഡെലീഷ്യസ്. പെട്ടെന്ന് നമുക്ക് എന്താ ഉണ്ടാക്കുക എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതിപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. വെജ് ആൻഡ് നോൺ വെജ് അല്ലേ, എല്ലാവർക്കും കഴിക്കാം. അടിപൊളി.